എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സദ്യ സ്പെഷ്യൽ ബീട്രൂട്ട് പച്ചടിയാണ്. അതിനായി ഒരു ബീട്രൂട്ട് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അത് നന്നായി ചെറുങ്ങനെ ഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അല്പം നെയ്യ് അതിലേക്ക് ചേർത്ത് നെയ്യ് ചൂടായി വരുമ്പോൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം. ബീട്രൂട്ട് ചേർത്ത് നന്നായി ഇളക്കാം. ബീട്രൂട്ട് ഈ നെയ്യിൽ തന്നെ വെന്ത് കിട്ടും. കാരണം ബീട്രൂട്ടിന് അധികം വേവില്ലാത്തതുകൊണ്ട് തന്നെ ഇതിൽ തന്നെ നന്നായി കുക്ക് ചെയ്ത് കിട്ടും. അതിനായി നന്നായി എല്ലാ സൈഡും ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അടച്ച് വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. ഇതിന് ശേഷം നമുക്ക് അരപ്പിനായി അരക്കപ്പ് തേങ്ങ എടുത്ത് അതിലേക്ക് ഒരു പച്ചമുളക്, 2 ടീസ്പൂൺ ജീരകം എടുത്ത് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് അരച്ചെടുക്കാം. നന്നായി അരച്ചതിന് ശേഷം 2 ടീസ്പൂൺ കടുക് ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് ഇത് വെന്ത് വന്നിട്ടുള്ള ബീട്രൂട്ടിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് ബീട്രൂട്ടിലേക്ക് നന്നായി ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിൽ അല്പം വെള്ളം കുറവുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അല്പം വെള്ളം കൂടി ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിതിലോട്ട് ചേർക്കാനുള്ളത് തൈരാണ്. ഞാനിവിടെ യോഗേർട്ടാണ് എടുത്തിട്ടുള്ളത്. യോഗേർട്ട് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്കിത് ബീട്രൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് തൈരും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. തൈര് കുക്ക് ചെയ്യേണ്ട ചൂട് നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഉണ്ടാവും. കാരണം തൈര് അധികം നേരം കുക്ക് ചെയ്താൽ അത് പിരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് ഫ്ലെയിം ഓഫ് ചെയ്യുന്നത്. ഇതിപ്പോൾ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിന് ആവശ്യത്തിന് താളിച്ച് ഒഴിച്ചു കൊടുക്കാം. അതിന് കടുക്, കറിവേപ്പിലയും കൂടെ ചേർത്ത് മൂത്ത് വരുമ്പോൾ വറ്റൽമുളക് കൂടി ആഡ് ചെയ്ത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മൂത്ത് വന്നിട്ടുണ്ട്. ഇനി വറ്റൽമുളക് കൂടി ആഡ് ചെയ്യുന്നു. ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ബീട്രൂട്ട് പച്ചടി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.